ഈ സീസണിന്റെ തുടക്കം മുതൽ ഈ ദിവസം വരെ നിരന്തരമായ ആക്രമണത്തിൽ കൂടി മാനസികമായ സംഘർഷത്തിനുള്ളിൽ കൂടി ആ ഒരു പെൺകുട്ടി അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. പ്ലാൻഡ് അറ്റാക്ക് ആണ്. അനുമോളെ ഒരു മോശക്കാരിയായി ചിത്രീകരിച്ചിട്ട് നമ്മളെല്ലാവരും പുണ്യാളന്മാരായിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു പ്ലാൻഡ് അറ്റാക്ക് ആയിട്ടാണ് പ്രൊമോ കണ്ടപ്പോൾ കണ്ടിട്ട് വരുന്നവരാകട്ടെ എല്ലാവരും നിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരും. നിന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വരും. സോ വീഴരുത്. ഇവര് പല ആൾക്കാർക്കും അനുവിനോട് വിരോധമുണ്ട്. അനുമോള് തന്നെയാണ് എല്ലാവരുടെയും ടാർഗറ്റ്. നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടം കൂടി ഒരാളെ എങ്ങനെ തകർക്കാവോ അതിനുള്ള എല്ലാം ചെയ്യുന്നത്. അനുമോളെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് ജനസമ്മതി ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അങ്ങ് ടാർണിഷ് ചെയ്ത് തകർക്കുകയാണ്. ക്രൂരമായിട്ട് അവള് ഇങ്ങനെ കൊല ചെയ്യാൻ ഹൃദയത്തിൽ ഒരു വിങ്ങലോടെ അല്ലാതെ ആ ഒരു സാധനം കാണാൻ പറ്റും. അതായത് അനുമോള് തോൽക്കണം എന്ന് വെച്ചാൽ അനുമോള് ജയിക്കാൻ പാടില്ല. അത് പലരുടെയും ഒരു എന്തോ വാശി പോലെയാണ്. അനുമോളെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം. അവർക്കോ കിട്ടിയില്ല, അനുമോൾക്ക് കിട്ടരുതെന്ന് ഒറ്റ ചിന്തയുള്ളൂ. കണ്ണിൽ നിന്ന് ഒരു കണ്ണീര് പോലും വരാതെ കല്ലുപോലെ അവിടെ ഇരിപ്പുണ്ട്. വേറെ ആർക്കും ഇത്രയും പിടിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി കാണില്ല. സീസണുകൾ കണ്ടതിൽ ഏറ്റവും വലിയ അയൺ ലേഡിയാണ് ഇപ്പോ അനുമോൾ. അനുമോളിന്റെ അത്രയും തന്മയത്തോടെ നിൽക്കാൻ പറ്റിയ ആരും ബിഗ് ബോസിൽ കാണുന്നില്ല. ഇത്രയും സർവൈവ് ചെയ്ത ഒരു കുട്ടി ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടാവില്ല. ദൈവം നിന്റെ കൂടെയുണ്ട്.